കൊല്ലത്ത് ഇരു വിഭാഗങ്ങൾ ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിക്കുന്നതിനിടയിലാണ് ഏറ്റുമുട്ടൽ. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടപ്പാക്കടയിലെത്തിയപ്പോൾ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാട്ടി തടയാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യുവമോർച്ച പ്രവർത്തകർ നേരിടുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക് സാറേ അവന്മാരാ സാറേ സാറേ അവന്മാരാ സാറേ സാറേ അവന്മാരാ സാറേ അവന്മാരാ സാറേ അവന്മാരാ സാറേ അവന്മാരാ കണ്ണൻ നായരുണ്ട് നമുക്കൊപ്പം. കണ്ണൻ, രാവിലെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രതിഷേധം, ഇപ്പോഴിതാ വൈകുന്നേരം യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധം, അതും ദൃശ്യങ്ങളിൽ കാണാൻ വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് അവിടെ നടന്നത്. രാവിലെയാണെങ്കിൽ ഈ മുളക് സ്പ്രേ ഉപയോഗിച്ചായിരുന്നു പ്രതിരോധം. ഇപ്പോഴെങ്ങനെയായിരുന്നു? നമ്മൾ നേരത്തെ മുതൽ കണ്ട വാർത്തകൾ ഓരോ സമയങ്ങളിലും മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് ഓമന പേരിട്ട് വിളിച്ച ഡിവൈഎഫ്ഐയുടെ അക്രമത്തെക്കുറിച്ചാണ്. എന്നാൽ കൊല്ലത്തെത്തിയപ്പോൾ സ്ഥിതി മാറുകയാണ് ഉണ്ടായത്. കൊല്ലത്ത് ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്ന സ്ഥിതി ഉണ്ടായി. ഇന്ന് വൈകിട്ടാണ് കടപ്പാക്കടയിൽ യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറ്റുമുട്ടിയത്. മുഖ്യമന്ത്രി കുണ്ട്രയിലെ പരിപാടിക്ക് ശേഷം കൊല്ലം നഗരത്തിലെ കൊല്ലം നിയോജകമണ്ഡലത്തിലെ പരിപാടിക്കായി ആസാം ഗസ്റ്റ് ഹൌസിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് കടപ്പാക്കടയിൽ ഇവർ കരിങ്കൊടി കാട്ടാനും ഒപ്പം തന്നെ ഒരു ടാബ്ലോ രൂപത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ യുവമോർച്ച സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധ പരിപാടിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് യുവമോർച്ചയുടെ ആരോപണം. അതേ പിന്നാലെ പോലീസുകാർ, ഏതാണ്ട് 10-100ഓളം പോലീസുകാരുണ്ടായിരുന്നു. ആ പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യുവമോർച്ച പ്രവർത്തകർ മർദ്ദിച്ചത്. ഇരുവരും പരസ്പരം ഏറ്റുമുട്ടി. എന്നാൽ കൂടുതൽ പരിക്കേറ്റത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ്. ഈ കൊടി കെട്ടാനായി കൊണ്ടുവന്നിരുന്ന കമ്പ് ഉപയോഗിച്ച് യുവമോർച്ച പ്രവർത്തകർ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പൊതുവെ തല്ലുകയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവസാനം പിന്തിരിഞ്ഞ് ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ പോലീസ് ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കിയിട്ടുണ്ട്. കൊല്ലത്ത് എത്തിയപ്പോഴാണ് അതായത് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ തിരിച്ച് ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതിരോധിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. രാവിലെ ബിഷപ്പ് ജോൺ നഗറിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടാവുകയും അക്രമത്തിലേക്ക് പോവുകയും അവർ പരസ്പരം കമ്പ് ഉപയോഗിച്ച് അടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ